സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചിട്ടുള്ള ഈ റിവ്യൂ റിപ്പോർട്ട് താഴെ വരുന്ന ഇന്നു മുതൽ റിപ്പോർട്ട് ആരംഭിക്കുകയാണ്. ഘടകങ്ങളിൽ എല്ലാ ഘടകങ്ങളിലും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നേരത്തെ ചർച്ച ചെയ്യുക മാത്രമാണ് ചെയ്തത്. ആ ചർച്ചകൾക്കെല്ലാം ജില്ലാ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും ലോക്കൽ കമ്മിറ്റിയിലും ബ്രാഞ്ചിലുമൊക്കെ ഈ റിവ്യൂ കൂടിയ ഫലപ്രദമായിട്ട് പാർട്ടി മെമ്പർഷിപ്പിലുടനീളം റിപ്പോർട്ട് ചെയ്ത് എല്ലാ ഘടകങ്ങളിലും ചർച്ച ചെയ്ത് നേരത്തെ ചർച്ച ചെയ്തതിലുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് മറുപടി പറയണം എന്നിപ്പോഴും സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ മറുപടി പറഞ്ഞിരുന്നില്ല, ചർച്ച മാത്രമേ കേട്ടിട്ടുള്ളൂ. ആ ചർച്ചക്കെല്ലാം മറുപടി പറഞ്ഞുകൊണ്ട് റിവ്യൂ റിപ്പോർട്ട് ചർച്ച ചെയ്ത് എല്ലാ ഘടകങ്ങളും പൂർത്തിയാക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷത്തിനേറ്റ ഈ കനത്ത തിരിച്ചടി കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എങ്ങനെ സംഘടനാപരമായി, രാഷ്ട്രീയമായി, പ്രത്യയശാസ്ത്രപരമായി കേരളത്തിലെ ജനങ്ങളെ അതിന് ഉതകുന്ന രീതിയിൽ നമ്മുടെ സംഘടനയെ മാറ്റി മുമ്പോട്ടേക്ക് നയിക്കാനാവുമെന്നുള്ള കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ മുന്നോട്ടേക്ക് വേണ്ട ആശയങ്ങളും പ്രവർത്തന പദ്ധതികളും എന്തായിരിക്കണമെന്ന് സംബന്ധിച്ചുള്ള വൈവിധ്യങ്ങളായ അഭിപ്രായങ്ങളാണ് ഇതിനകം ഒരുപാട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ലഭിക്കുന്നതിനാവശ്യമായ ഒരു സംവിധാനമാണ് ഞാൻ പോർട്ടലായാലും അതുപോലെ തന്നെ പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് ആയാലും അതുപോലെ നമ്മുടെ ഫോണിൻ്റെ ഭാഗമായിട്ട് വരുന്ന വാട്സപ്പ് ഉൾപ്പെടെയുള്ള സംവിധാനം ഉപയോഗിച്ച് കേൾക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നാട്ടിലും വിദേശത്തുമുള്ള CPM അനുഭാവമുള്ളവർ മാത്രമല്ല, അല്ലാത്തവരുമായ മുഴുവൻ മലയാളികളും അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളിൽ എത്തിക്കാൻ സാധിക്കും. അതെല്ലാം ഞങ്ങൾ പരിഗണിക്കും. യുവാക്കൾ, വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ യുവതികൾ, ട്രാൻസ്ജെൻഡർമാർ, അതുപോലെ തന്നെ അധ്വാനിക്കുന്ന വിവിധ തലങ്ങളിലുള്ള തൊഴിലാളി ജനവിഭാഗങ്ങൾ, അവരുടെ എല്ലാം അഭിപ്രായം, അവരുടെ എല്ലാം ഈ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ പ്രാപ്തി എങ്ങനെ മുന്നോട്ടേക്ക് നയിക്കാൻ പ്രാപ്തി നേടാൻ സാധിക്കുമോ എന്നുള്ള കാര്യം വെച്ചുകൊണ്ടുള്ള തുറന്ന മനസ്സോടുകൂടിയുള്ള അഭിപ്രായങ്ങൾ ഞാൻ നേരത്തെ പത്രപ്രവർത്തകരെ കൂടി പറഞ്ഞതുപോലെ അവരെല്ലാം ഞങ്ങൾ തീർച്ചയായിട്ടും അതെല്ലാം വിലമതിക്കുന്ന അഭിപ്രായങ്ങളായിട്ട് പരിഗണിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. ഞങ്ങൾ പുതുവഴികൾ എന്ന പേരിൽ ഒരു ഇമെയിൽ, വാട്സപ്പ്, വെബ്സൈറ്റ്, അതുപോലെ തന്നെ മൊബൈൽ ആപ്പ് എന്നിവ വഴി നിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിലിപ്പോൾ 7999477168 എന്ന വാട്സപ്പ് നമ്പറും പുതുവഴികൾ@gmail.com എന്ന മെയിൽ ID-യും ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ പറയാം, ഒന്നുകൂടി പറയാം. 7999477168 7 ഒന്നാമത്തെ 7 അല്ലേ? 999 എടുത്താൽ മതി. 3 99947771668 72 2 10 7 ഒഴിവാക്കുക. ആദ്യത്തെ 7 999 അത് ഒന്ന് നോക്കിയിട്ട് ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. അത് കൊടുക്കാം. അത്രയാ. അത് പുതുവഴികൾ @gmail.com എന്നുള്ളതാണ് മെയിൽ ID. ഈ നമ്പറും അതുപോലെ തന്നെ ഇനിയിപ്പം ഞാൻ പറഞ്ഞ വെബ്സൈറ്റ് ഉൾപ്പെടെയുള്ളത് നമുക്ക് കൊടുക്കാം, പത്രത്തിൽ കൊടുക്കാം, കുറിപ്പായിട്ട് കൊടുക്കാം. എന്നാൽ കൃത്യമായിട്ട് തന്നെ അത് കൊടുക്കാൻ കഴിയും. അപ്പോൾ പാർട്ടി സംഘടനാപരമായി കൂടുതൽ കരുത്താർജിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് ഇനി പാർട്ടി ആലോചിക്കാനും തീരുമാനിക്കാനും പോകുന്നത്.
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പണ്ട് 1977 ഏറ്റവും കുറഞ്ഞ നില CPM-ന് അസംബ്ലിയിൽ ഉണ്ടായത്. 17 സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നു. അന്ന് എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും ഞങ്ങൾ പരാജയപ്പെട്ടു. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് പിന്നീട് CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും 6 സർക്കാരുകൾക്ക് രൂപം കൊടുക്കാനും നേതൃത്വം കൊടുക്കാനും സാധിച്ച രീതിയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ തിരിച്ചടികളെല്ലാം അഭിമുഖീകരിച്ചുകൊണ്ട് അതിനെ അതിജീവിക്കത്തക്ക രീതിയിൽ നമ്മുടെ പാർട്ടി സംഘടനയെ ശക്തിപ്പെടുത്തിയും വർഗ ബഹുജന സംഘടനകളെ ശക്തിപ്പെടുത്തിയും വലതുപക്ഷ ആശയങ്ങൾക്ക് മുൻകൈയുള്ള ലോക പശ്ചാത്തലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സത്പാരമ്പര്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളിൽ ഇടതുപക്ഷ ആഭിമുഖ്യം ശക്തിപ്പെടുത്തിക്കൊണ്ട് പാർട്ടിയും വർഗവിഭജന പ്രസ്ഥാനങ്ങളും ആകെ എല്ലാ വിഭാഗം ജനങ്ങളെയും ബുദ്ധിജീവികൾ ഉൾപ്പെടെയുള്ള സാംസ്കാരിക മേഖലയിലുള്ളവരുടെ എല്ലാവരുടെയും പിന്തുണ ആർജിച്ച് കരുത്തോടുകൂടി മുമ്പോട്ടേക്ക് പോകും. ഇപ്പം നമുക്കറിയാം, ഒരു ഘട്ടത്തിൽ സാഹിത്യ നായകന്മാരെ പോലുള്ള ആളുകൾ പറഞ്ഞത് ഏതായാലും 10 കൊല്ലമായില്ലേ, ഇനിയൊരു മാറ്റം വേട്ടെ എന്ന ചോദ്യം അതൊക്കെ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഒരു ഇടതുപക്ഷ ആശയത്തിന്റെ ഭാഗമായിട്ടല്ലേ, യഥാർത്ഥത്തിൽ വലതുപക്ഷത്തിന് വേണ്ടിയുള്ള ഇടതുപക്ഷ മുഖമായിരുന്നു ആ രീതിയിലുള്ള പ്രയോഗങ്ങൾ ഓരോന്നും. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ ആഭിമുഖ്യത്തോടുകൂടി തന്നെ ഈ കേരളത്തിലെ മതനിരപേക്ഷ മനസ്സ് അതിനെ ശക്തിപ്പെടുത്തിയില്ല എങ്കിൽ കേരളമല്ലാതാവും എന്നുള്ള വളരെ അപകടകരമായ കാഴ്ച കൃത്യമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് പാർട്ടി മുന്നോട്ടേക്ക് പോകും എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്.